കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ കുറഞ്ഞ ചിലവിൽ ബ്ലൂടൂത്ത് സ്റ്റീരിയോ ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആയിരുന്നു ചെയ്തത്. ഇന്ന് നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിനകത്ത് ടോൺ കൺട്രോൾ ബോർഡ് കൂടി ആഡ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു ബ്ലൂടൂത്ത് സ്റ്റീരിയോ ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൽ ബ്ലൂടൂത്ത് മൊഡ്യൂളൊക്കെ വെച്ചാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ചെയ്തത്. ഇന്ന് നമ്മൾ ഇതിനകത്ത് ഈ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളൊക്കെ മാറ്റിയിട്ട് ഈ കാണുന്ന ഈ ഒരു ടോൺ കൺട്രോൾ ബോർഡ് ബാസ്, ട്രിബിൾ, മിഡ് ഇത് മൂന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടോൺ കൺട്രോൾ ബോർഡ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിനകത്ത് ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിനകത്ത് ഇതുപോലെ ടോൺ കൺട്രോൾ ബോർഡ് കൂടി ഉപയോഗിച്ചാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതുപോലെ ഇങ്ങനെയുള്ള ടോൺ കൺട്രോൾ ബോർഡിൽ ഒരുപാട് വയറുകൾ കാണുമ്പം സ്വയമേ ആംപ്ലിഫയർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ ബുദ്ധിമുട്ടാണെന്ന് കരുതി ഒഴിവാക്കാറുണ്ട്. അപ്പോൾ ഇത്തരം വയറുകളൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ വളരെയധികം എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 12 വോൾട്ടിൻ്റെ സാംകോണിൻ്റെ ടോൺ കൺട്രോൾ ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡിന് 140 രൂപയാണ് ആയത്. അതുപോലെ ഇങ്ങനെയുള്ള ടോൺ കൺട്രോൾ ബോർഡും പലതരത്തിലുള്ളത് കിട്ടും. ഇപ്പോൾ ഉള്ളതൊക്കെ ഓളിയം കൺട്രോൾ ബോർഡിൽ തന്നെ കണക്ട് ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് കണക്ട് ചെയ്യാനൊക്കെ. അപ്പോൾ ഈ ബോർഡിൻ്റെ ഇത്രയും വയറുകൾ, ഒന്ന് ഇതിലേക്കുള്ള പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ള 2 വയർ, പിന്നെ ഓഡിയോ ഔട്ടിൻ്റെ 3 വയറുകൾ, പിന്നെ ബാസ്, ട്രിബിൾ ഇതിൻ്റെ ഓളിയം കൺട്രോളിലേക്കുള്ള വയറുകൾ. ടോൺ കൺട്രോൾ ബോർഡുകളെല്ലാം സ്റ്റീരിയോ ആയിട്ടാണ് വരുന്നത്. ലെഫ്റ്റ് റൈറ്റ് 2 ചാനലുകളുണ്ടാവും. പിന്നെ ഈ ഒരു ബോർഡിലേക്കുള്ള ഓഡിയോ ഇൻപുട്ട് കണക്ട് ചെയ്യാനുള്ള വയർ. ഇത്രയും വയറുകളാണ് ഈ ഒരു ബോർഡിൽ ടോട്ടലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചത് പഴയൊരു ടാറ്റ സ്കേയുടെ സെറ്റ് ഓഫ് ബോക്സിൻ്റെ ക്യാബിനറ്റാണ്. ഇതിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ടോൺ കൺട്രോൾ ബോർഡും ഉൾപ്പെടുത്തുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് TPA 3110 ഡബിൾ IC വരുന്ന സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡാണ്. ഒരു ചാനലിൽ 30 വാട്ട്സ് ഇതാണ് ഔട്ട്പുട്ട് വരുന്നത്. അങ്ങനെ 30 + 30 ടോട്ടലായിട്ട് 60 വാട്ട്സ്. അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന ഈ ഒരു കണക്ഷൻസൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതായതുകൊണ്ട് ഇത് വീണ്ടും കണക്ട് ചെയ്ത് കാണിക്കുന്നില്ല. നിലവിലിപ്പം ഈ ഒരു ആംപ്ലിഫയർ ബോർഡിലുള്ള കണക്ഷൻസ് ഇതിൽ നമ്മൾ സ്പീക്കർ സോക്കറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റിൽ നിന്ന് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോർഡിലേക്ക് ആ ഒരു പവർ സപ്ലൈയുടെ അതിൽ നിന്നുള്ള വയർ 2 പുറത്തേക്ക് നീട്ടിയിട്ടുണ്ട്. ഈ ഒരു ബോർഡിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ടേക്കുന്ന ഇതിലേക്കുള്ള ഓഡിയോ ഇൻപുട്ട് കണക്ട് ചെയ്യുന്ന വയറുകൾ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ ഓഡിയോ ഇൻപുട്ടിലേക്ക് നമുക്ക് ഇനി ഈ ഒരു ബാസ് ടൂൾ ബോർഡിൻ്റെ ഓഡിയോ ഔട്ടാണ് കണക്ട് ചെയ്യാനുള്ളത്. അതുപോലെ ഇങ്ങനെയുള്ള ബാസ് ടൂൾ ബോർഡുകൾ, അതുപോലെ MP3 പാനലുകൾ, USB മൊഡ്യൂളുകൾ ഇതിൻ്റെ ഒന്നും ഓഡിയോ ഔട്ട് നേരെ ആംപ്ലിഫയർ ബോർഡിൻ്റെ ഓഡിയോയിലേക്ക് കണക്ട് ചെയ്യരുത്. അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആംപ്ലിഫയറിൽ കണക്ട് ചെയ്യുന്ന സ്പീക്കറിലൂടെ എപ്പോഴും ഒരു നോയ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു നോയ്സിൻ്റെ പ്രശ്നം ഒഴിവാക്കാനായിട്ട് ഒരു മാസ്റ്റർ ഓളിയം കൺട്രോളർ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ മാസ്റ്റർ ഓളിയം കൺട്രോളർ ഉപയോഗിക്കേണ്ടത് MP3 പാനലുകൾ, ബ്ലൂടൂത്ത് മൊഡ്യൂളുകൾ, അതുപോലെ ബാസ് ടൂൾ ബോർഡുകൾ ഇതിൻ്റെ എല്ലാം ഓഡിയോ ഔട്ട് മാസ്റ്റർ ഓളിയം കൺട്രോളിൽ കണക്ട് ചെയ്യുക. മാസ്റ്റർ ഓളിയം കൺട്രോളിൻ്റെ ഔട്ടാണ് ആംപ്ലിഫയർ ബോർഡിൻ്റെ ഓഡിയോയിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതുപോലെ നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് 12 വോൾട്ടിൻ്റെയും ഈ ഒരു ക്ലാസ് D ആംപ്ലിഫയർ ബോർഡ് 8 വോൾട്ട് DC മുതൽ 24 വോൾട്ട് വരെ കൊടുത്ത് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൽ നമ്മൾ 24 വോൾട്ട് പവർ സപ്ലൈ കണക്ട് ചെയ്താലും ഈ ഒരു ബാസ് ടൂൾ ബോർഡിന് വേറെ കംപ്ലൈൻ്റ് ഒന്നും വരാതെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ ഈ കാണുന്ന പോലെ റെഗുലേറ്ററൈസ് നമ്മളിന്നിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെഗുലേറ്ററൈസിൻ്റെ ഇൻപുട്ടിലേക്ക് 12 വോൾട്ട് മുതൽ 35 വോൾട്ടിന് താഴെയുള്ള ഏത് പവർ സപ്ലൈ കണക്ട് ചെയ്താലും ഈ ഒരു റെഗുലേറ്ററൈസിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റ് 12 വോൾട്ട് ആയിരിക്കും. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ആംപ്ലിഫയറിൽ ടോൺ കൺട്രോൾ ബോർഡിൻ്റെ പവർ സപ്ലൈക്ക് നമ്മൾ ഈ ഒരു റെഗുലേറ്ററൈസിയാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു റെഗുലേറ്ററൈസിക്ക് 15 രൂപയാണ്. ഇതിന് 3 പിന്നുകളാണുള്ളത്. ഒന്നാമത്തെ പിന്നാണ് പോസിറ്റീവ് ഇൻപുട്ട്, രണ്ടാമത്തെ പിന്നാണ് കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ട്, അതായത് നെഗറ്റീവ്. ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും നെഗറ്റീവ് ഒന്ന് തന്നെയാണ്. മൂന്നാമത്തെ പിന്നാണ് പോസിറ്റീവ് ഔട്ട്പുട്ട്. അതുപോലെ ഈ ഒരു റെഗുലേറ്ററൈസിൻ്റെ ഔട്ട്പുട്ടിൽ 1 ആമ്പിയറിൽ താഴെയുള്ള ലോഡാണ് കൊടുക്കാവുള്ളൂ. ബാസ്റ്റർ ബോർഡൊക്കെ ആകുമ്പോൾ ഒരു കുഴപ്പമില്ല, കൂളായിട്ട് വർക്ക് ചെയ്തോളും. ഇതുപോലുള്ള റെഗുലേറ്ററൈസ് ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയർ കിട്ടുന്ന ഒട്ടുമിക്ക എല്ലാ ഷോപ്പുകളിലും മേടിക്കാൻ കിട്ടുന്നതാണ്. അതുപോലെ ഇങ്ങനെയുള്ള ടോൺ കൺട്രോൾ ബോർഡിൽ ഓളിയം കൺട്രോളർ സെപ്പറേറ്റ് ആയിട്ട് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ടോൺ കൺട്രോൾ ബോർഡിൽ തന്നെ ഓളിയം കൺട്രോളർ പിടിപ്പിച്ചേക്കുന്ന മോഡൽ ബാസ്റ്റർ ബോർഡുകൾ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതാകുമ്പോൾ എളുപ്പമുണ്ട് ഉപയോഗിക്കാൻ. അതുപോലെ ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ടോൺ കൺട്രോൾ ബോർഡിൽ മിഡിൻ്റെ കൺട്രോളർ ഇതിൽ തന്നെ ഒരു പ്രീസെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രീസെറ്റ് വേണേൽ റിമൂവ് ചെയ്തിട്ട് നമുക്കിതിൽ ഓളിയം കൺട്രോൾ ഇതുപോലെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ ഇങ്ങനെയുള്ള മിക്ക ടോൺ കൺട്രോൾ ബോർഡിൽ ബാസ്, ട്രിബിൾ ഇതിൻ്റെ എല്ലാം വയർ കണക്ട് ചെയ്യാനുള്ള നമ്പറും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു ബോർഡിൽ 1 ഇടിയാകുന്ന ഈ ഒരു പോയിന്റിലുള്ള വയർ ഓളിയം കൺട്രോളിൻ്റെ ഒന്നാമത്തെ പിന്നിലാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു നമ്പർ നോക്കി ഓളിയം കൺട്രോളിലേക്ക് ഓരോ വയറും കണക്ട് ചെയ്താൽ മതി. ഇത് തിരിഞ്ഞു പോയാലും കുഴപ്പമില്ല. ഇങ്ങനെ വയർ കണക്ട് ചെയ്യുമ്പോൾ തിരിഞ്ഞു വേണമെങ്കിൽ ബോർഡിന് കംപ്ലൈൻ്റ് ഒന്നും വരില്ല. ഓളിയം കൂട്ടുന്ന സൈഡിലേക്ക് തിരിക്കുമ്പോൾ ഓളിയം കുറയുന്ന രീതിയിലേക്കായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുമ്പോൾ വരുന്നെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്താൽ മതി. അതുപോലെ നമുക്ക് ഇതിൻ്റെ ബാസ് ട്രിബിളിനായിട്ട് സിംഗിളായിട്ടുള്ള ഓളിയം കൺട്രോളും അതുപോലെ ഡബിളായിട്ടുള്ള ഇതുപോലെ ഓളിയം കൺട്രോളും ഉപയോഗിക്കാം. ബാസിനും ട്രിബിളിനൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള സിംഗിളായിട്ടുള്ള ഓളിയം കൺട്രോൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ചാനലിൻ്റെയും, അതായത് ലെഫ്റ്റ് റൈറ്റ് ഈ 2 ചാനലിൻ്റെയും ബാസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൂട്ടാനും കുറയ്ക്കാനും കഴിയും. അതുപോലെ ലെഫ്റ്റ് റൈറ്റിൻ്റെ ട്രിബിൾ നമുക്ക് അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കൂട്ടാനും കുറയ്ക്കാനും കഴിയും. ഇതുപോലെ ഡുവൽ ബാൻഡ് ഓളിയം കൺട്രോൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിൽ നമ്മൾ 2 ചാനൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ 2 ചാനലിൻ്റെയും ട്രിബിൾ ഒരേപോലെ കുറയും, അതുപോലെ ബാസും ഒരേപോലെ കുറയും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ ഇതുപോലുള്ള ബോർഡുകളൊക്കെ ഉപയോഗിച്ച് ആംപ്ലിഫയറുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ക്യാബിനറ്റിൽ കൂടുതൽ ഓളിയം കൺട്രോൾ കണക്ട് ചെയ്യാൻ സ്പേസ് ഉണ്ടെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് 2 ചാനലിനായിട്ട് 2 ട്രിബിളിൻ്റെ കൺട്രോളറും അതുപോലെ ലെഫ്റ്റ് റൈറ്റിന് വേണ്ടിയിട്ട് 2 ബാസിൻ്റെ കൺട്രോളറും വെക്കുന്നത് നല്ലതായിരിക്കും.
അതുപോലെ ടോൺ കൺട്രോൾ ബോർഡിൻ്റെ ഇൻപുട്ടിൽ ഇതുപോലെ 3 വയർ കാണും, ഔട്ട്പുട്ടിലും ഇതുപോലെ 3 വയറുകൾ കാണും. അപ്പോൾ ഔട്ട്പുട്ടിൻ്റെയും ഇൻപുട്ടിൻ്റെയും നടുക്കത്തെ 2 വയർ നെഗറ്റീവും അപ്പുറം ഇപ്പുറം ഉള്ളതാണ് ലെഫ്റ്റ് റൈറ്റിൻ്റെ പോസിറ്റീവ്. അത് മിക്ക ബോർഡുകളും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നെ ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള ടോൺ കൺട്രോൾ ബോർഡിൽ ബാസിൻ്റെയും ട്രിബിളിൻ്റെയൊക്കെ ഓളിങ് കൺട്രോൾ ചെയ്യാനായിട്ട് ഏതൊക്കെ വാല്യൂവിലുള്ള ഓളിങ് കൺട്രോളാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഇപ്പോൾ ട്രിബിളിനൊക്കെ 100 കേഡ ഉപയോഗിക്കുന്നതാണ് നല്ലത്, മിഡിനും 100 കേഡ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ബാസിന് വേണമെങ്കിൽ 47 കേഡ ഉപയോഗിക്കാം. മാസ്റ്റർ ഓളിങ് കൺട്രോളായിട്ട് ഉപയോഗിക്കുന്നത് 22K അല്ലെങ്കിൽ 47K 50K ഇതിൻ്റെയൊക്കെ ഉപയോഗിക്കാം. ഇനിയിപ്പം എല്ലാ ഓളിങ് കൺട്രോളും 100 കേഡ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ടോൺ കൺട്രോൾ ബോർഡ് ആംപ്ലിഫയറിൻ്റെ ഒരു ക്യാബിനറ്റിലേക്ക് പിടിപ്പിക്കാം. അതുപോലെ ഇങ്ങനെയുള്ള ബോർഡുകൾ ക്യാബിനറ്റിൽ പിടിപ്പിക്കുമ്പോൾ അടിവശം തട്ടാതെ എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ ഞാനിവിടെ ഈ ടോൺ കൺട്രോൾ ബോർഡിൽ ബാസിലും ട്രിബിളിലും ഓളിങ് കൺട്രോളും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ റെഗുലേറ്ററൈസിയാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെഗുലേറ്ററൈസിലെ 1ാമത്തെയും 2ാമത്തെയും പിന്നിൽ ആംപ്ലിഫയർ ബോർഡിൻ്റെ അതേ പവർ സപ്ലൈ തന്നെ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണ്. റെഗുലേറ്ററൈസിൻ്റെ 1ാമത്തെ പിന്ന് പോസിറ്റീവ് ഇൻപുട്ടും 2ാമത്തെ പിന്ന് നെഗറ്റീവുമാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ബാസ്റ്റോൾ ബോർഡിൻ്റെ 12 വോൾട്ട് പവർ സപ്ലൈയുടെ പോസിറ്റീവ് റെഗുലേറ്ററൈസിൻ്റെ 3ാമത്തെ പിന്നിലും നെഗറ്റീവ് റെഗുലേറ്ററൈസിൻ്റെ സെൻട്രൽ പിന്നിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും നെഗറ്റീവ് സെൻട്രൽ പിൻ തന്നെയാണ്. ഇനി അടുത്തായിട്ട് ആംപ്ലിഫയർ ബോർഡിൽ ഓഡിയോ ഇൻപുട്ട് കണക്ട് ചെയ്യേണ്ട ഈ 3 പോയിന്റിൽ 3 വയർ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ റിവൺ വയറിൻ്റെ സൈഡിലായിട്ടാണ് ബ്ലാക്ക് വയർ വരുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് വയർ ഞാൻ സെൻറ്ററിലേക്കായിട്ടാണ് ഇപ്പോൾ കണക്ട് ചെയ്യുന്നത്. L6 അതിലേക്ക് റെഡും ഓറഞ്ചും വയറുമാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ ഓഡിയോ ഇൻപുട്ടിൽ കണക്ട് ചെയ്തേക്കുന്ന ഈ 3 വയറും ബാസ്റ്റബിൾ ബോർഡിൻ്റെ ഓഡിയോ ഔട്ടിലുള്ള 3 വയർ, ഈ 6 വയർ നമുക്ക് ഓളിങ് കൺട്രോളിലേക്കാണ് കണക്ട് ചെയ്യാനുള്ളത്. ഇത് സിംഗിൾ ബാൻഡ് വരുന്ന ഓളിങ് കൺട്രോളിലേക്കാണെങ്കിൽ നമുക്ക് ലെഫ്റ്റിനും റൈറ്റിനും സെപ്പറേറ്റ് ആയിട്ട് ഓളിങ് കൺട്രോൾ വെക്കാം. നമ്മളിവിടെ ഡുവൽ ബാൻഡ് ഓളിങ് കൺട്രോളിലേക്കാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെയും ഒരേ ഒപ്പമായിരിക്കും ഓളിയും കുറയുന്നതും കൂടുന്നു. ഇപ്പോൾ ബാസ്റ്റോൾ ബോർഡിൻ്റെ ഓഡിയോ ഔട്ടിൻ്റെ നെഗറ്റീവും ആംപ്ലിഫയർ ബോർഡിൻ്റെ ഓഡിയോ ഇന്നിൻ്റെ നെഗറ്റീവും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് ഈ ഒരു ഡുവൽ ലെയർ ഓളിങ് കൺട്രോളിൻ്റെ 1ാമത്തെ 2 നിരയിലുള്ള പിന്നിൻ്റെയും ലെഗുകൾ ഒരുമിച്ച് ഷോർട്ട് ചെയ്ത് അതിലേക്കാണ് ഈ കോമൺ ആയിട്ടുള്ള നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ആംപ്ലിഫയർ ബോർഡിൻ്റെ ഓഡിയനെ ലെഫ്റ്റ് റൈറ്റ് ഓഡിയനിൽ കണക്ട് ചെയ്തേക്കുന്ന 2 വയറും ഈ ഒരു ഓളിങ് കൺട്രോളിൻ്റെ 2 ലെയറിലായിട്ടുള്ള സെൻട്രൽ പിന്നിലാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതും അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഓളിങ് കൺട്രോളിലെ 3ാമത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യേണ്ടത് ബാസ്റ്റോൾ ബോർഡിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ടിൽ കണക്ട് ചെയ്തേക്കുന്ന വയറാണ്. അപ്പോൾ ഇങ്ങനെ വയർ കണക്ട് ചെയ്യുന്ന സമയത്ത് ആംപ്ലിഫയറിൻ്റെ ലെഫ്റ്റ് റൈറ്റ് അതുപോലെ ബാസ്റ്റോൾ ബോർഡിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഇത് കറക്റ്റായിട്ട് നോക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള ഒരു മാസ്റ്റർ ഓളിങ് കൺട്രോളിൻ്റെ കണക്ഷൻസ്. ഇനി നമുക്ക് ഇപ്പോൾ ഈ ഒരു ബാസ്റ്റോൾ ബോർഡിൻ്റെ സ്ഥാനത്ത് നമുക്ക് USB പ്ലെയറോ USB മൊഡ്യൂളോ കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ അപ്പോൾ ഈ രീതിയിൽ മാസ്റ്റർ ഓളിങ് കൺട്രോളായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നോയ്സ് ഉണ്ടാകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓഡിയോ ഇൻപുട്ടാണ്. ഈ ഒരു ബാസ്റ്റോൾ ബോർഡിൻ്റെ ഓഡിയോ ഇൻപുട്ടിലുള്ള ഈ 3 വയർ ഇത് നമുക്ക് വേണമെങ്കിൽ USB പ്ലെയറിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള USB മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് വേറെ സോക്കറ്റുകൾ ഫീമെയിൽ സോക്കറ്റുകൾ കണക്ട് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാം. ഇതൊക്കെ ഓരോ ആളുകൾക്കും എന്താണ് ആവശ്യം അതേ രീതി കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഞാനിന്നിവിടെ 2 RCA സോക്കറ്റാണ് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ കൂടുതലും പഴയ കാലത്തായിരുന്നു ഇങ്ങനെയുള്ള സോക്കറ്റുകളൊക്കെ ഉപയോഗിച്ചിരുന്നത്. TVയുടെയും DVD പ്ലെയറിൻ്റെ ഓഡിയോ ഔട്ടിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പാകത്തിന്. നമ്മളിവിടെ എടുത്തേക്കുന്ന ഈ സെറ്റ് ഓഫ് ബോക്സിൻ്റെ ക്യാബിനറ്റിന് ഇതാണ് മാച്ച്, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ 2 RCA സോക്കറ്റിൻ്റെ നെഗറ്റീവ് ഒരുമിച്ച് ജോയിൻ ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഓഡിയോ ഇൻപുട്ടിൻ്റെ നെഗറ്റീവും കണക്ട് ചെയ്തിട്ട് അതുപോലെ RCA സോക്കറ്റിൻ്റെ പോസിറ്റീവ് പിന്നിലേക്ക് ലെഫ്റ്റ് റൈറ്റ് ഓരോന്ന് വിധം വയറും കണക്ട് ചെയ്തിട്ടുണ്ട് ഓഡിയോ ഇൻപുട്ടിൻ്റെ. അതുകൂടാതെ ആ ഒരു സെയിം പോയിന്റിൽ തന്നെ ഇതുപോലെ ഒരു ഇയർഫോൺ പിൻ കൂടി കണക്ട് ചെയ്യുകയാണ്, മൊബൈൽ കൂടി കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ കണക്ഷൻസൊക്കെ ഏകദേശം എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ റോളിംഗ് കൺട്രോളൊക്കെ ഇതിൽ വെച്ചൊന്ന് ഫിറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ പണികളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വർക്ക് ചെയ്യിച്ചുകൂടി ഒന്ന് കേൾപ്പിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡുകളും ഇങ്ങനെയുള്ള പഴയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് സ്വയമേ ഇതുപോലുള്ള ആംപ്ലിഫയറുകളൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലൊരു ആംപ്ലിഫയർ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വളരെ കുറഞ്ഞ ചിലവ് മാത്രമായിട്ടുള്ളൂ. ഇത് ഞാൻ വർക്ക് ചെയ്യിച്ച് കേൾപ്പിക്കാൻ പോകുന്നത് 12 വോൾട്ടിൻ്റെ ബാറ്ററി കണക്ട് ചെയ്താണ്. കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ കാരണമാണ് അധികം നേരം പാട്ട് പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്തത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ന് ഉപയോഗിച്ച ഒരു ആംപ്ലിഫയർ ബോർഡ് ഉപയോഗിച്ച് നോക്കിയ സമയത്ത് നെഗറ്റീവായിട്ട് പറഞ്ഞ കാര്യം ഗെയിൻ കുറവായിരുന്നു എന്നാണ്. നമ്മളിന്ന് ഇതിൻ്റെ കൂടെ ടോൺ കൺട്രോൾ ബോർഡ് കൂടി ഉപയോഗിച്ച സമയത്ത് കുഴപ്പമില്ല, ഓക്കെയാണ്, നല്ല രീതിയിലുള്ള സൗണ്ട് ഔട്ട്പുട്ട് ഉണ്ട്. ഇപ്പം ഞാനിവിടെ ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യിച്ചത്. എന്നിട്ട് കൂടി നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് ഇതിന്. ഈ ടോൺ കൺട്രോൾ ബോർഡിലെ ബാസ്, ട്രിബിൾ, മിഡ് ഇത് 3 ഒന്ന് ചേഞ്ച് ചെയ്ത് കൂടി ഒന്ന് കേൾപ്പിക്കാം. നമ്മൾ വളരെ കുറഞ്ഞ ചിലവിൽ ബ്ലൂടൂത്ത് സ്റ്റീരിയോ ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടും ചെയ്തത്. ഇന്ന് നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിനകത്ത് ടോൺ കൺട്രോൾ ബോർഡ് കൂടി ആഡ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു ബ്ലൂടൂത്ത് സ്റ്റീരിയോ ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൽ ബ്ലൂടൂത്ത് മൊഡ്യൂളൊക്കെ വെച്ചാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ചെയ്തത്. ഇന്ന് നമ്മൾ ഇതിനകത്ത് ഈ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളൊക്കെ മാറ്റിയിട്ട് ഈ കാണുന്ന ഈ ഒരു ടോൺ കൺട്രോൾ ബോർഡ് ബാസ്, ട്രിബിൾ, മിഡ് ഇത് 3 കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടോൺ കൺട്രോൾ ബോർഡ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിനകത്ത് ഉൾപ്പെടുത്തുകയാണ്.
അപ്പോൾ നമ്മൾ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിനകത്ത് ഇതുപോലെ ടോൺ കൺട്രോൾ ബോർഡ് കൂടി ഉപയോഗിച്ചാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതുപോലെ ഇങ്ങനെയുള്ള ടോൺ കൺട്രോൾ ബോർഡിൽ ഒരുപാട് വയറുകൾ കാണുമ്പം സ്വയമേ ആംപ്ലിഫയർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ ബുദ്ധിമുട്ടാണെന്ന് കരുതി ഒഴിവാക്കാറുണ്ട്. അപ്പോൾ ഇത്രയും വയറുകളൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ വളരെയധികം എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 12 വോൾട്ടിൻ്റെ സാംകോണിൻ്റെ ടോൺ കൺട്രോൾ ബോർഡാണ്. ഈ ഒരു ബോർഡിന് 140 രൂപയാണത്. അതുപോലെ ഇങ്ങനെയുള്ള ടോൺ കൺട്രോൾ ബോർഡും പലതരത്തിലുള്ളത് കിട്ടും. ഇപ്പോൾ ഉള്ളതൊക്കെ വോളിയം കൺട്രോൾ ബോർഡിൽ തന്നെ കണക്ട് ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കണക്ട് ചെയ്യാനൊക്കെ. അപ്പോൾ ഈ ബോർഡിൻ്റെ ഇത്രയും വയർ അപ്പോൾ ഈ ടോൺ കൺട്രോൾ ബോർഡിൻ്റെ ശരിയായ പ്രവർത്തനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ തന്നെ ഇതിൽ പ്ലേ ചെയ്ത് കേൾപ്പിച്ചതാണ്. അപ്പോൾ സ്വന്തമായിട്ട് മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആംപ്ലിഫയർ ബോർഡ് മാത്രം ഉപയോഗിക്കാതെ അതിൻ്റെ കൂടെ ഇതുപോലെ ടോൺ കൺട്രോൾ ബോർഡ് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.